ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്മ പുരസ്കാരങ്ങൾ 2026 പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വർഷം തോറും പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മ പുരസ്കാരങ്ങൾ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 3 വിഭാഗത്തിലായിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 3 വിഭാഗത്തിലായിട്ട് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നു. അതിൻ്റെ ചരിത്രവും വസ്തുതയും പെട്ടെന്നൊന്ന് നോക്കാം. 1954 ഇന്ത്യൻ ഗവൺമെന്റ് 2 സിവിലിയൻ അവാർഡുകൾ ഏർപ്പെടുത്തി. ഭാരത് രത്നയും പത്മവിഭൂഷണും. ഭാരത് രത്നയും പത്മവിഭൂഷണും ഏർപ്പെടുത്തിയ വർഷം 1954. പത്മവിഭൂഷണിൽ 3 ക്ലാസുകൾ ഉണ്ടായിരുന്നു. 1955 ജാനുവരി 8 പുറപ്പെടുവിച്ച രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ഇവ പിന്നീട് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1954 സ്ഥാപിതമായിട്ടുള്ള പത്മ അവാർഡുകൾ 1978, 1979, 1993 മുതൽ 97 വരെയുള്ള വർഷങ്ങളിലെ ചെറിയ തടസ്സങ്ങൾ ഒഴികെ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിലാണ്. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. രാഷ്ട്രപതി നേരിട്ട് തന്നെയാണ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഈ ഒരു പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി എല്ലാ വർഷവും രൂപീകരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പത്മ അവാർഡുകൾ നൽകുന്നു. പ്രധാനമന്ത്രി എല്ലാ വർഷവും രൂപീകരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പത്മ അവാർഡ് നൽകുന്നത്. നാമനിർദ്ദേശം പ്രക്രിയ പൊതുജനങ്ങൾക്ക് തുറന്നതാണ്. സ്വയം നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. സ്വന്തം പേര് പോലും നമുക്ക് നാമനിർദ്ദേശത്തിലൂടെ നൽകാവുന്നതാണ്. പൊതുജനങ്ങൾക്ക് നൽകാവുന്നതാണ് നാമനിർദ്ദേശങ്ങൾ. പത്മ അവാർഡുകൾക്കായിട്ട് ലഭിക്കുന്ന എല്ലാ നാമനിർദ്ദേശവും പ്രധാനമന്ത്രി എല്ലാ വർഷവും രൂപീകരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റികൾക്ക് മുൻപിൽ സമർപ്പിക്കും. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പത്മ അവാർഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര സെക്രട്ടറി, രാഷ്ട്രപതിയുടെ സെക്രട്ടറി, 4 മുതൽ 6 വരെ പ്രമുഖർ എന്നിവർ ഇതിൽ അംഗങ്ങളായിരിക്കും. കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ രാഷ്ട്രപതിക്കും അംഗീകാരത്തിനായിട്ട് പിന്നീട് സമർപ്പിക്കുന്നു. കമ്മിറ്റിയുടെ ശുപാർശ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ രാഷ്ട്രപതിക്കും അംഗീകാരത്തിനായിട്ട് വിടുന്നു. അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മെഡലും സമ്മാനിക്കും. അവാർഡ് ജേതാക്കൾ ഈ മെഡലിന്റെ ഒരു ചെറിയ പകർപ്പ് നൽകുന്നതാണ്. അവാർഡ് ജേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് ധരിക്കാവുന്നതുമാണ്. വംശം, തൊഴിൽ, പദവി, ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ ഇന്ത്യൻ പൗരന്മാർ, വിദേശികൾ, NRI, PIO, OCI എന്നിവർ ഉൾപ്പെടെ എല്ലാ വ്യക്തികൾക്കും ഈ അവാർഡുകൾക്ക് അർഹതയുണ്ട്. എന്നിരുന്നാലും ഡോക്ടർമാർ, ശാസ്ത്രജ്ഞരും ഒഴികെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ഈ അവാർഡിന് അർഹത ഇല്ല. സാധാരണയായിട്ട് മരണാനന്തര അവാർഡ് നൽകാറില്ല. എന്നിരുന്നാലും വളരെ അർഹമായ സന്ദർഭത്തിൽ മരണാനന്തര അവാർഡ് നൽകുന്നതിനെ കുറിച്ച് സർക്കാരിന് പരിഗണിക്കാവുന്നതാണ്. പത്മ അവാർഡ് നൽകി 5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന വിഭാഗത്തിലുള്ള പത്മ അവാർഡ് നൽകാൻ കഴിയൂ. പത്മ അവാർഡ് നൽകി മിനിമം 5 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉയർന്ന വിഭാഗത്തിലെ അവാർഡ് നൽകാവൂ. എന്നിരുന്നാലും വളരെ അർഹമായ സന്ദർഭത്തിൽ അവാർഡ് കമ്മിറ്റിക്ക് ഒരു ഇളവ് അനുവദിക്കാവുന്നതാണ്. ഒരു വർഷം നൽകാവുന്ന ആകെ അവാർഡുകളുടെ എണ്ണം, അത് മരണാനന്തര അവാർഡും NRI, വിദേശികൾ, OCI എന്നിവരുടെ അവാർഡും ഒഴികെ 120 കൂടരുത്. മരണാനന്തര അവാർഡ്, NRI, വിദേശി, OCI തുടങ്ങിയ അവാർഡുകൾ ഒഴികെ 120 ഒരു വർഷം നൽകാവുന്ന മാക്സിമം നമ്പർ ഓഫ് അവാർഡിന്റെ എണ്ണം കൂടരുത്. അവാർഡ് ഒരു തലക്കെട്ടിന് തുല്യമല്ല, ഒരു ടൈറ്റിലിന് തുല്യമല്ല നമ്മുടെ പത്മ അവാർഡുകൾ. അവാർഡ് ജേതാക്കളുടെ പേരിന് പിന്നിൽ ഒരു പ്രത്യയമായിട്ടോ ഉപസർഗമായിട്ടോ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആയിട്ടോ ഉപയോഗിക്കാൻ കഴിയില്ല. അവാർഡ് നൽകുന്ന മേഖലകൾ നോക്കാം. കലയ്ക്ക് പത്മ അവാർഡ് നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? സംഗീതം, പെയിന്റിംഗ്, ശില്പം, ഫോട്ടോഗ്രാഫി, സിനിമ, നാടകം മുതലായ മേഖലയാണ് കല എന്ന മേഖലയിൽ നിന്നും അവാർഡ് നൽകുന്നത്. സാമൂഹിക പ്രവർത്തനത്തിന് നൽകുന്നുണ്ട്. ഏതൊക്കെയാണ്?
സാമൂഹിക സേവനം, ജീവകാരുണ്യ സേവനം, കമ്മ്യൂണിറ്റി പദ്ധതിയിലെ സംഭാവന മുതലായവ സാമൂഹിക സേവനത്തിൽ ഉൾപ്പെടുന്നു. പൊതുകാര്യങ്ങൾക്ക് നൽകുന്നുണ്ട്. അതാണ് നിയമം, പൊതുജീവിതം, രാഷ്ട്രീയം മുതലായവയാണ് പൊതുകാര്യങ്ങൾ എന്ന മേഖലയിൽ ഉൾപ്പെടുന്നത്. ശാസ്ത്രവും എഞ്ചിനീയറിംഗും, അതിൽ നിന്നും വരുന്നത് ബഹിരാകാശ എഞ്ചിനീയറിംഗ്, ന്യൂക്ലിയർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ശാസ്ത്രത്തിലെ ഗവേഷണം, വികാസവും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വ്യാപാരവും വ്യവസായവും, അതിൽ നിന്നും വരുന്നതാണ് ബാങ്കിങ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, മാനേജ്മെന്റ്, ടൂറിസം പ്രോത്സാഹനം, ബിസിനസ് മുതലായവയാണ് വ്യാപാരവും വ്യവസായവും എന്ന മേഖലയിൽ നിന്നും ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? കല, സാമൂഹിക പ്രവർത്തനം, പൊതുകാര്യങ്ങൾ, ശാസ്ത്രവും എഞ്ചിനീയറിംഗും, വ്യാപാരവും വ്യവസായവും. അതേപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിനും നൽകുന്നുണ്ട്. അതിൽ നിന്നും വരുന്നതാണ് ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, അലോപ്പതി, പ്രകൃതി ചികിത്സ തുടങ്ങിയ മേഖലയിലെ വൈദ്യശാസ്ത്ര ഗവേഷണം, വൈദഗ്ധ്യം അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്നിവയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ നിന്നും നൽകുന്നുണ്ട്. സാഹിത്യവും വിദ്യാഭ്യാസവും, അതിൽ നിന്നും വരുന്നത് പത്രപ്രവർത്തനം, അധ്യാപനം, പുസ്തക രചന, സാഹിത്യം, കവിത, വിദ്യാഭ്യാസ പ്രോത്സാഹനം, സാക്ഷരതാ പ്രോത്സാഹനം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ മുതലായവ ഉൾപ്പെടുന്നത് സാഹിത്യവും വിദ്യാഭ്യാസവും എന്നതിലാണ്. സിവിൽ സർവീസ്, സർക്കാർ ജീവനക്കാരുടെ ഭരണത്തിലെ മികച്ച പ്രകടനം, മികവ് എന്നിവയാണ് സിവിൽ സർവീസിൽ നിന്നും ഉൾപ്പെടുന്നത്. സ്പോർട്സ്, ജനപ്രിയ സ്പോർട്സ്, അത്ലറ്റിക്സ്, സാഹസികത, പർവ്വതാരോഹണം, സ്പോർട്സ് പ്രോത്സാഹനം, യോഗ മുതലായവ സ്പോർട്സിലാണ് ഉൾപ്പെടുന്നത്. മറ്റുള്ളവ, മുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത മേഖലയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രചരണം, മനുഷ്യാവകാശ സംരക്ഷണം, വന്യജീവി സംരക്ഷണം മുതലായവ ഉൾപ്പെടാം. മറ്റുള്ളവ എന്ന മേഖലയിൽ നിന്നുമാണ് മുകളിൽ പറഞ്ഞിട്ടില്ലാത്ത അല്ലാതെ ഉള്ളതിന് മറ്റുള്ളവ എന്ന ടൈറ്റിലിൽ നൽകുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രചാരണത്തിനും മനുഷ്യാവകാശ സംരക്ഷണം, വന്യജീവി സംരക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി മറ്റുള്ളവ എന്ന മേഖലയിലാണ് അവാർഡ് നൽകുന്നത്. പത്മ പുരസ്കാരങ്ങൾ 2026. ആകെ പത്മ പുരസ്കാരങ്ങൾ 2026 131 പേർക്കാണ് പ്രഖ്യാപിച്ചത്. 131 പുരസ്കാരം 2026 ആകെ പ്രഖ്യാപിച്ചു. അതിൽ പത്മവിഭൂഷൺ 5 പേർക്കും പത്മഭൂഷൺ 13 പേർക്കും പത്മശ്രീ 113 പേർക്കുമാണ് ലഭിച്ചത്. ആകെ 131 പുരസ്കാരമാണ് പത്മ പുരസ്കാരങ്ങൾ 2026 പ്രഖ്യാപിച്ചത്. അതിൽ പത്മവിഭൂഷൺ 5 പേര്, പത്മഭൂഷൺ 13 പേര്, പത്മശ്രീ 113 പേര്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ വനിതകളാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ 19 പേർ വനിതയാണ്. വിദേശികളും അല്ലെങ്കിൽ NRI, PIO, OCI സിറ്റിസൺസ് ആയിട്ട് 6 പേർക്ക് സമ്മാനം ലഭിച്ചു. മരണാനന്തര ബഹുമതിയായിട്ട് പുരസ്കാരം ലഭിച്ചത് 16 പേർക്കാണ്. 2 പേർ പങ്കിടുന്ന പുരസ്കാരങ്ങൾ 2 എണ്ണമായിട്ട് നൽകി. അതായത് പങ്കിടുന്ന പുരസ്കാരങ്ങളിൽ പുരസ്കാരം ഒന്നായിട്ടാണ് പക്ഷെ കണക്കാക്കുന്നത്. 2 പേരായിട്ട് പങ്കിടുന്ന പുരസ്കാരങ്ങളുടെ എണ്ണം ഈ പ്രാവശ്യം 2 ആണ്. കേരളത്തിൽ നിന്നും 8 പേർക്ക് പത്മ അവാർഡ് ആകെ ലഭിച്ചു. കേരളത്തിൽ നിന്നും 8 പേർക്ക് പത്മ അവാർഡുകൾ ലഭിച്ചു. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ ഒന്നാമത്തേത് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അഥവാ ധർമ്മേന്ദ്ര. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. മേഖല കല, സംസ്ഥാനം മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോളിന് കലയ്ക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത്. നടനും നിർമ്മാതാവും രാഷ്ട്രീയക്കാരനുമായിട്ട് ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രധാനമായിട്ടും ഹിന്ദി സിനിമയിൽ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം അറിയപ്പെടുന്നു. നടനും നിർമ്മാതാവും കൂടിയായിട്ട് അതേപോലെ രാഷ്ട്രീയക്കാരനുമായിരുന്നു. പ്രശസ്ത സിനിമയായിട്ടുള്ള ഷോലയിൽ അദ്ദേഹം അഭിനയിച്ചു. 2004 മുതൽ 2009 വരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി രാജസ്ഥാനിലെ ബിക്കാനറിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലെ അംഗമായിട്ട് ധർമ്മേന്ദ്ര സേവനമനുഷ്ഠിച്ചു. 2025 നവംബർ 24 ധർമ്മേന്ദ്ര അന്തരിച്ചു. ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ മഹാരാഷ്ട്ര സ്വദേശി. കലയ്ക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചത്. അടുത്തത് ശ്രീ KT തോമസ്. കേരളത്തിൽ നിന്നുള്ള KT തോമസിന് പൊതുകാര്യത്തിനാണ്
2026 പത്മവിഭൂഷൺ അവാർഡ് സ്വന്തമായത്. അദ്ദേഹത്തിന് ജനനം കോട്ടയം ജില്ലയാണ്. 1996 സുപ്രീം കോടതി ജഡ്ജിയായിട്ടും 2002 ജനുവരി 30 അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. 1996 സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സേവനം തുടങ്ങി 2002 ജാനുവരി 30 അദ്ദേഹം വിരമിച്ചു. 2007 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പത്മഭൂഷൺ അദ്ദേഹത്തിന് കരസ്ഥമായത് 2007 പൊതുകാര്യത്തിനാണ് ഈ പ്രാവശ്യം പത്മവിഭൂഷൺ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. 25 വർഷത്തെ ജുഡീഷ്യറിയിലെ സേവനത്തിന് വിവരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹണി ബീസ് ഓഫ് സോളമൻ, അതായത് സോളമന്റെ തേനീച്ചകൾ എന്ന പുസ്തകം എഴുതിയതും നമ്മുടെ KT തോമസ് ആണ്. സോളമന്റെ തേനീച്ചകൾ ഹണി ബീസ് ഓഫ് സോളമൻ രചിച്ചത് ശ്രീ KT തോമസ്. മറ്റ് പുസ്തകങ്ങൾ: 2 പതിറ്റാണ്ടിന്റെ പോർവിളികൾ, മുല്ലപ്പെരിയാർ ഡാം, ചില വെളിപ്പെടുത്തലുകൾ. 2 പതിറ്റാണ്ടിന്റെ പോർവിളി, മുല്ലപ്പെരിയാർ ഡാം, ചില വെളിപ്പെടുത്തലുകൾ ഇവയെല്ലാം KT തോമസിന്റെ മറ്റ് പുസ്തകങ്ങളാണ്. നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അടുത്തതായിട്ട് ശ്രീമതി N രാജം. ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള N രാജത്തിന് കലയ്ക്കാണ് പത്മവിഭൂഷൺ അവാർഡ് നേടിയത്. വയലിനെ ജനകീയമാക്കി. പാടുന്ന വയലിൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ശ്രീമതി N രാജത്തെ പാടുന്ന വയലിൻ എന്നാണ് അറിയപ്പെടുന്നത്. പത്മശ്രീ അവാർഡ് ശ്രീമതി N രാജത്തിന് കരസ്ഥമായത് 1984. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയത് 1990. പത്മഭൂഷൺ അവാർഡ് കരസ്ഥമാക്കിയത് 2004. പത്മശ്രീ നേടിയത് 1984. പത്മഭൂഷൺ കരസ്ഥമായത് 2004. പത്മവിഭൂഷൺ കരസ്ഥമാക്കിയത് 2026 ശ്രീമതി N രാജത്തിന് അതേപോലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1990. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് 2012 സ്വന്തമായി. അടുത്തതായിട്ട് ശ്രീ P നാരായണനെ കുറിച്ച് നോക്കാം. സാഹിത്യവും വിദ്യാഭ്യാസവും എന്ന മേഖലയിൽ ശ്രീ P നാരായണന് ഈ വർഷത്തെ പത്മവിഭൂഷൺ അവാർഡ് സ്വന്തമായി കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ശ്രീ P നാരായണൻ. ഭാരതീയ മസ്തിഷ്ക സംഘടന, അതിൽ പ്രവർത്തന മികവിനാണ് അവാർഡ് കരസ്ഥമായത്. എഴുത്തുകാരൻ അതേപോലെ വിവർത്തകൻ എന്ന മേഖലയിൽ നിന്നും എല്ലാം അദ്ദേഹം പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. ജനറലിന്റെ മുൻ പ്രിൻസിപ്പളായിരുന്നു. നിലവിൽ ആർക്കൈവ്സ് സംസ്ഥാന സമിതി അംഗമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നിലവിൽ ആർക്കൈവ്സിന്റെ സംസ്ഥാന സമിതി അംഗമായിട്ട് ശ്രീ P നാരായണൻ സേവനം അനുഷ്ഠിക്കുന്നു. ശ്രീ VS അച്യുതാനന്ദൻ. ശ്രീ VS അച്യുതാനന്ദൻ പൊതുകാര്യത്തിനാണ് 2026 പത്മവിഭൂഷൺ അവാർഡ് മരണാനന്തര ബഹുമതിയായിട്ട് ഏറ്റുവാങ്ങിയത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ശ്രീ VS അച്യുതാനന്ദൻ പത്മവിഭൂഷൺ അവാർഡ് 2026 കരസ്ഥമായത്. 1 തവണ മുഖ്യമന്ത്രിയായിട്ടും 3 തവണ പ്രതിപക്ഷ നേതാവുമായിട്ട് VS ഇരുന്നു. 7 തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്നു. 1 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു. VS 7 തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്നു. 2025 ജൂലൈ 21 VS അച്യുതാനന്ദൻ അന്തരിച്ചു. അടുത്തതായിട്ട് പത്മഭൂഷൺ നേടിയ 13 പേരെ നോക്കാം. പത്മഭൂഷൺ നേടിയ 13 പേരെ നോക്കുമ്പോൾ ശ്രീമതി അൽക്ക യാഗ്നിക് കലയ്ക്കാണ് നേടിയത്. ഗായികയായിട്ടുള്ള അൽക്ക യാഗ്നിക് മഹാരാഷ്ട്ര സ്വദേശിയാണ്. ശ്രീമതി അൽക്ക യാഗ്നിക്. ശ്രീ ഭഗത് സിംഗ് കോശ്യാരി പൊതുകാര്യത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് കരസ്ഥമായത്. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ്. പൊതുകാര്യം ഉത്തരാഖണ്ഡ് സ്വദേശിയായിട്ടുള്ള ശ്രീ ഭഗത് സിംഗ് കോശ്യാരിക്ക് 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായി. ശ്രീ കല്ലപ്പെട്ടി രാമസ്വാമി പളനിസ്വാമിക്ക് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായത്. ശ്രീ മമ്മൂട്ടി കേരള സ്വദേശിയായിട്ടുള്ള മമ്മൂട്ടിക്ക് കലയ്ക്കാണ് നേടിയത്. കല എന്ന ടൈറ്റിലാണ് ശ്രീ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ അവാർഡ് 2026 നേടിയത്. ഡോക്ടർ നോരി ദത്താത്രേയുഡിന് അമേരിക്ക സ്വദേശിയാണ്. അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായത്. ശ്രീ പീയൂഷ് പാണ്ഡെ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് 2026 പത്മഭൂഷൺ അവാർഡ്
കല എന്ന മേഖലയിൽ സ്വന്തമായി അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്, ശ്രീ പീയൂഷ് പാണ്ഡെ. അടുത്തതായി ശ്രീ SKM മൈലാനന്ദൻ. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ശ്രീ SKM മൈലാനന്ദൻ സാമൂഹിക പ്രവർത്തനത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് നേടിയത്. ശ്രീ ശതാവധാനി R ഗണേശ് എന്ന വ്യക്തിക്ക് കല എന്ന മേഖലയിൽ 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായി, കർണാടക സ്വദേശിയാണ് ശ്രീ ശതാവധാനി R ഗണേശ്. ശ്രീ ഷിബു സോറൻ. മരണാനന്തര ബഹുമതിയായിട്ടാണ് ശ്രീ ഷിബു സോറന് 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായത്. പൊതുകാര്യമാണ് മേഖല, പൊതുകാര്യത്തിന് അവാർഡ് ലഭിച്ചു. ജാർഖണ്ഡ് സ്വദേശിയാണ് ശ്രീ ഷിബു സോറൻ. അടുത്തത് ശ്രീ ഉദയ് കോട്ടക്. ശ്രീ ഉദയ് കോട്ടക് എന്ന മഹാരാഷ്ട്ര സ്വദേശിക്ക് വ്യാപാരവും വ്യവസായവും എന്ന മേഖലയിൽ 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായി. ശ്രീ VK മൽഹോത്ര. ശ്രീ VK മൽഹോത്ര അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായത്. പൊതുകാര്യമാണ് മേഖല, ഡൽഹി സ്വദേശിയാണ്. ഡൽഹി സ്വദേശിക്ക് ആയിട്ടുള്ള ശ്രീ VK മൽഹോത്രയ്ക്ക് പൊതുകാര്യം എന്ന മേഖലയിൽ മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ അവാർഡ് 2026 കരസ്ഥമായി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ നിന്നുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശന് പൊതുകാര്യത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് നേടിയത്. ശ്രീ വിജയ് അമൃതരാജ്. ശ്രീ വിജയ് അമൃതരാജ് എന്ന വ്യക്തിക്ക് കായികം എന്ന മേഖലയിൽ 2026 പത്മഭൂഷൺ അവാർഡ് സ്വന്തമായി, അമേരിക്ക സ്വദേശിയാണ്. നമുക്ക് ജസ്റ്റ് എല്ലാവരും ഒന്നും കൂടെ പെട്ടെന്ന് നോക്കാം. പത്മഭൂഷൺ നേടിയ 13 പേരെയാണ് പറയുന്നത്. ശ്രീമതി അൽക്ക യാഗ്നിക് കലയ്ക്കാണ് നേടിയത്, മഹാരാഷ്ട്ര സ്വദേശി. ശ്രീ ഭഗത് സിംഗ് കോശ്യാരി പൊതുകാര്യത്തിനാണ് നേടിയത്, ഉത്തരാഖണ്ഡ് സ്വദേശി. ശ്രീ കൊല്ലപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി വൈദ്യശാസ്ത്രത്തിന് നേടി, തമിഴ്നാട് സ്വദേശി. ശ്രീ മമ്മൂട്ടി കലയ്ക്കാണ് നേടിയത്, കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി. ഡോക്ടർ നോരി ദത്തത്രേയുഡു വൈദ്യശാസ്ത്രത്തിന് പത്മഭൂഷൺ അവാർഡ് നേടി, അമേരിക്ക സ്വദേശിയാണ്. ശ്രീ പീയൂഷ് പാണ്ഡെ മരണാനന്തര ബഹുമതിയായിട്ട് 2026 പത്മഭൂഷൺ അവാർഡ് നേടി, കലയാണ് മേഖല, മഹാരാഷ്ട്ര സ്വദേശി. ശ്രീ SKM മൈലാനന്ദൻ എന്ന വ്യക്തി തമിഴ്നാട്ടിലെ സ്വദേശിയാണ്, സാമൂഹ്യ പ്രവർത്തനമാണ് മേഖല. ശ്രീ ശതാവധാനി R ഗണേശിന് കർണാടക സ്വദേശിയാണ്, കലയാണ് മേഖല. 2026 പത്മഭൂഷൺ നേടിയ വ്യക്തിയാണ് ശ്രീ ശതാവധാനി R ഗണേശ്. അതേപോലെ ശ്രീ ഷിബു സോറൻ മരണാനന്തര ബഹുമതിയായിട്ടാണ് അവാർഡ് നേടിയത്, ജാർഖണ്ഡ് സ്വദേശിയാണ്, മേഖല പൊതുകാര്യം. ശ്രീ ഉദയ് കോട്ടക് എന്ന വ്യക്തി മഹാരാഷ്ട്ര സ്വദേശിയാണ്, 2026 പത്മഭൂഷൺ അവാർഡ് നേടിയത്, മേഖല വ്യാപാരവും വ്യവസായവും. ശ്രീ VK മൽഹോത്രയ്ക്കും മരണാനന്തര ബഹുമതിയായിട്ട് അവാർഡ് നേടി, പൊതുകാര്യമാണ് മേഖല, ഡൽഹി സ്വദേശിയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പൊതുകാര്യം, കേരള സ്വദേശിയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നിന്നുള്ള വെള്ളാപ്പള്ളി നടേശന് പൊതുകാര്യത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് നേടിയത്. ശ്രീ വിജയ് അമൃതരാജ് അമേരിക്കയിൽ നിന്നുള്ള വ്യക്തിയാണ്, കായികത്തിനാണ് 2026 പത്മഭൂഷൺ അവാർഡ് ശ്രീ വിജയ് അമൃതരാജ് നേടിയത്. പത്മശ്രീ അവാർഡ് നേടിയത് 113 പേരാണ്. പക്ഷെ നമുക്ക് എല്ലാവരെയും ഒന്നും നോക്കാൻ ടൈമില്ല. നമുക്ക് പത്മശ്രീ അവാർഡ് നേടിയ പ്രമുഖരെ മാത്രം ഒന്ന് നോക്കാം. ശ്രീ AE മുത്തുനായികം. ശ്രീ AE മുത്തുനായികം കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്ന മേഖലയിൽ പത്മശ്രീ അവാർഡ് 2026 ലഭിച്ചു. ശ്രീമതി ഹർമൻപ്രീത് കൗർ ഫുള്ളർ കായികമാണ് മേഖല, ക്രിക്കറ്റിനാണ് 2026 പത്മശ്രീ അവാർഡ് പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള ശ്രീമതി ഹർമൻപ്രീത് കൗർ ഫുള്ളറിന് ലഭിച്ചത്. ശ്രീമതി കലാമണ്ഡലം വിമല മേനോനും കേരള സ്വദേശിയായിട്ടുള്ള ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ കല എന്ന മേഖലയ്ക്ക് 2026 പത്മശ്രീ അവാർഡ് ലഭിച്ചു. ശ്രീമതി കൊല്ലക്കൽ ദേവകി അമ്മാജി അവർക്ക് സാമൂഹ്യ പ്രവർത്തനം എന്ന മേഖലയിലാണ് 2026 പത്മശ്രീ അവാർഡ് നേടിയത്, കേരളത്തിൽ നിന്നുള്ള വ്യക്തി തന്നെയാണ്. ശ്രീ രോഹിത് ശർമ്മ കായികത്തിനാണ് 2026 പത്മശ്രീ അവാർഡ് നേടിയത്, ക്രിക്കറ്റിനാണ് രോഹിത് ശർമ്മയ്ക്ക് അവാർഡ് നേടിയത്, മഹാരാഷ്ട്ര സ്വദേശിയാണ് രോഹിത് ശർമ്മ. ശ്രീമതി സവിത പുനിയ അവർക്ക് കായികത്തിനാണ് നേടിയത്, ഹോക്കിയിൽ ആണ് മികവ് തെളിയിച്ചത്. ഹോക്കി കളിക്കാരിയായിട്ടുള്ള ശ്രീമതി സവിത പുനിയയ്ക്ക് 2026
പത്മശ്രീ അവാർഡ് നേടി ഹരിയാന സ്വദേശിയാണ്. ശ്രീ വ്ളാഡിമിർ മെസ്ത്വിരിഷ്വിലി എന്ന വ്യക്തിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് 2026 പത്മശ്രീ നേടിയത്. കായികമാണ് മേഖല. ജോർജിയൻ സ്വദേശിയായിട്ടുള്ള ശ്രീ വ്ളാഡിമിർ മെസ്ത്വിരിഷ്വിലി എന്ന വ്യക്തിക്ക് 2026 പത്മശ്രീ അവാർഡ് നേടി. ആർ മാധവൻ കലയാണ് മേഖല. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ആർ മാധവന് കലയ്ക്ക് 2026 പത്മശ്രീ അവാർഡ് നേടി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പത്മശ്രീ അവാർഡ്, പത്മഭൂഷൺ അവാർഡ്, പത്മവിഭൂഷൺ അവാർഡ് നൽകിയ അല്ലെങ്കിൽ ഈ വർഷം 2026 ലഭിച്ച പ്രമുഖരെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഉള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.